ഭീകരവാദികളുടെ 9 കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായുള്ള ഈ 9 കേന്ദ്രങ്ങൾ. ഹാഫിസെ നയിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ ആസ്ഥാനം മുരുട്കൈ. പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരൻ മസൂദ് അസർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രം ബഹവൽപൂർ. ഭീകര കേന്ദ്രങ്ങൾ ഇതൊക്കെയാണ്. രാജ്യത്തിന്റെ ഹൃദയത്തിനേറ്റ ഏറ്റവും വലിയ മുറിവിന് ശക്തമായ മറുപടി. 70 ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം. മസൂദ് അസറിന്റെ കുടുംബത്തിലെ 14 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. മുസാഫർബാദ്, ബഹവൽപൂർ, കോട്ട്ലി, മുരുട്കൈ, ചക്കംറു, ഗുൽപൂർ, ബിംബേർ, സിയാൽകോട്ട് തുടങ്ങിയ ഇടങ്ങളിലായിരുന്നു രാജ്യം ആക്രമണം നടത്തിയത്. 2000-ലെ ജമ്മു കശ്മീർ നിയമസഭാ ബോംബാക്രമണം, 2001-ലെ പാർലമെന്റ് ആക്രമണം, 2016-ലെ പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിൽ നടന്ന ആക്രമണം, 2019-ലെ പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലുണ്ടായ പല ആക്രമണങ്ങളിലും പങ്കെടുത്തവർക്ക് പരിശീലനം നൽകിയത് ബഹവൽപൂരിലാണ്. 1990-കൾ മുതൽ ലഷ്കർ-ഇ-തോയ്ബയുടെ താവളമാണ് മുരുട്കൈ. മുംബൈ ഭീകരാക്രമണത്തിന് അടക്കമെത്തിയവർക്ക് പരിശീലനം ലഭിച്ചത് ഇവിടെ നിന്നാണ്. ഭീകരരെ തുടച്ചു നീക്കും എന്നുള്ള ഇന്ത്യയുടെ നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് ഇത്. ഭീകരതയുടെ വേരറുക്കാൻ രാജ്യത്തിന് കഴിയട്ടെ.